രണ്ടാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബോൺസായി എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് സൈക്കോളജിസ്റ്റ് ആൻഡ് ഹിപ്നോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള പരമേശ്വരൻ സാറാണ്. വെൽക്കം സാർ. നമസ്തേ. നമസ്തേ. ഹലോ, കേക്കാവോ? കേൾക്കുന്നുണ്ട് സാർ. കേക്കാം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞാനും അത് കുറച്ച് ഭാഗം ആകാൻ സാധിച്ചു. വളരെ ഗംഭീരമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിലാണ് ഞാൻ സംസാരിക്കുന്നു പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പ്രഗത്ഭരായിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണല്ലോ എനിക്ക് അവസരം കിട്ടിയത്. അപ്പോൾ ആദ്യം ആ ജഗദീശനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരം തന്നതിന്. പിന്നെ ഷൈനി മാഡവും ഷമി മാഡവും എന്നെ ഇതിലേക്കൊരു അവസരം തന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇത് കേൾക്കാൻ വന്ന എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്കിതിനകത്ത് ആരും കാണാൻ പറ്റുന്നില്ല. ശരി, ഞാൻ നോക്കട്ടെ. വിധുബാല, മണിസാർ, ഷൈനി മേഡം ഉണ്ട്. ബാക്കി എല്ലാവരും കഥവ് തുറന്നിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. എല്ലാവരും കൂടെ ലൈറ്റ് ഇടാനുള്ള പ്രയാസം കൊണ്ടാണ്. അതെ അതെ അതെ, വെളുപ്പിനല്ലേ, ബുദ്ധിമുട്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം. ചില സാഹചര്യങ്ങളുണ്ട്, നമുക്കേ അങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ അതിനകത്ത് ഒട്ടും പരിഭവിക്കുന്നില്ല. അങ്ങനെ പല ഇതിലും പോകുമ്പോ ഇങ്ങനെയാണ്, എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ട്. പക്ഷെ എല്ലാവർക്കും ഇതിനോട് യോജിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് വലുത്. അപ്പൊ നമുക്കിന്ന് ബോൺസായി എന്നുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അത് ഞാനിങ്ങനെ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല. ജസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഇപ്പൊ എനിക്ക് ആരും പരിചയമൊന്നുമില്ല. എല്ലാവരും വലിയ നല്ല നിലയിലുള്ള ആളുകളാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. നല്ല മെഡിറ്റേഷനും ഒക്കെ കൂടി ഒരു മനുഷ്യനാകാനുള്ള ആ ത്വരയുള്ള ആളുകളാണ് എല്ലാവരും. പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ അതിലേക്ക് കിടക്കാം. ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 2 വരികളാണ് കവിതയുടെ. നമുക്ക് നാമേ പണിവത് നാകും നരകവും ഇതല്ലോ, അങ്ങനെയല്ലേ എന്നുള്ള. അപ്പൊ ഇത് എഴുതിയത് ആർക്കെങ്കിലും അറിയാം? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉള്ളൂരിന്റെ കവിതയാണ്. നമ്മൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും. നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ അതിൻ്റെ കാരണം. പക്ഷെ നമ്മളത് പറയില്ല. നമ്മളെല്ലാവരും അതാണ് കാരണം, ഇതാണ് കാരണം എന്നേ പറയുള്ളൂ. അപ്പൊ അത് വലിയൊരു ഫിലോസഫിക്കൽ 2 വരികളാണ്. അതെനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പഴയ ഒരു കഥയാണ് പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ വായിച്ചതാണ്. അത് എഴുതിയത് ഒരു ഗോമതി അമ്മ, കായംകുളത്തുകാരിയാണ്. അപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ ബോൺസായി ഇന്ന് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അതുകൊണ്ട് ആണ് ഈ ബോൺസായി എന്നുള്ള പേരിട്ടത്. വർഷങ്ങൾക്ക് മുമ്പേ, ആ കഥ എങ്ങനെയാണ്, ആ വർഷങ്ങൾക്ക് മുമ്പേ 2 കൂട്ടുകാരികളുണ്ടായിരുന്നു. കൂട്ടുകാരികളെന്ന് വെച്ചാൽ ഒരേ പാത്രത്തിൽ നിന്ന് ചോറ് കഴിച്ച് ഒരേ രീതിയിൽ അടുത്തടുത്തുള്ളവരാണ്. വളരെ സ്നേഹം. ആ
സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കില്ല, അത്ര ബന്ധമാണ് അവർ തമ്മിൽ. ഇരു മെയ്യാണെങ്കിലും ഒരു ഹൃദയം എന്നൊക്കെ പറയുന്ന പോലെ വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഒരാള് ഇച്ചിരി പൈസ ഉള്ള ആളുകളാണ്, അച്ഛനമ്മയ്ക്ക് നല്ല ജോലിയൊക്കെ ഉള്ളതാണ്. മറ്റേ ആളും സാധാരണ ജീവിതം, വലിയ ദാരിദ്ര്യമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അങ്ങനെ ആ രണ്ടുപേരും ഇങ്ങനെ വളരെ യോജിച്ച് വളരെ സ്നേഹിച്ച് ഒന്നിച്ച് സ്കൂളിൽ പോയി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അവർ കുറേ കാലം. അപ്പോൾ അതിൽ ഒരാളുടെ പേര് നമുക്ക് സുമതി എന്നും മറ്റൊരാളുടെ പേര് ഗോമതി എന്നും നോക്കാം. അപ്പോൾ ഗോമതി ഇച്ചിരി ശകലം പൈസ കൂടുതലുള്ളതുകൊണ്ട് അവരിങ്ങനെ ഹോബിക്കും ഒക്കെ അച്ഛനമ്മമാർ വിടാറുണ്ട്. അങ്ങനെ ഒരു എക്സിബിഷനിൽ പോയി കണ്ടുപിടിച്ചു, അതിലേക്കൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ വന്ന് അവർ പഠിച്ചതാണ് ഈ ബോൺസായിനെ, ചെടികളൊക്കെ ബോൺസായി ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അതൊരു ഹോബിയാക്കി. ഇതിങ്ങനെ കുറെ കാലം കഴിഞ്ഞു, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഒരാള് ഈ ഗോമതി വിദേശത്തേക്ക് പോയി, അമേരിക്കയോ അവിടെയോ പോയി സെറ്റിലായി. മറ്റേ സുമതി അവിടെ തന്നെ ഉണ്ട്. അവർ സാധാരണ ജീവിതം നയിക്കുകയാണ്, സന്തോഷം, വലിയ ദുഃഖമില്ല. അങ്ങനെ ദുഃഖവും സന്തോഷമൊക്കെ കലർന്ന് ഉള്ള ജീവിതമാണ്. കുറെ കാലം ഇങ്ങനെ പോയി. അവർ തമ്മിൽ ആ ഒരു കോണ്ടാക്ട് തന്നെ ഇല്ലാതായി. അതങ്ങനെയാണല്ലോ, നമ്മൾ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നാണല്ലോ നമ്മുടെയൊക്കെ ഇത്. അപ്പം അതിങ്ങനെ കോണ്ടാക്ട് ഇല്ലാതിരുന്നു. പെട്ടെന്നൊരു വിളി, ഒരു ഫോൺ കോൾ. സുമതിയല്ലേ? അതെ, ഞാൻ ഗോമതിയാണ്. അത് കേട്ടപ്പോൾ തന്നെ ഒരു മനസ്സിനകത്ത് ഇങ്ങനെ വെമ്പൽ, അയ്യോ എത്ര കാലമായി ഇങ്ങനെ ഒരു സുഹൃത്തിനെ നമ്മൾ കാണാണ്ടിരുന്നല്ലോ, കേൾക്കാണ്ടിരുന്നല്ലോ, ഒരു ഗിൽറ്റ് ഫീലിംഗ്, അങ്ങനെയെല്ലാം ഉണ്ടായി. അപ്പോൾ അവർ മറ്റേ ഗോമതി പറയായിരുന്നു, നമുക്ക് ബാക്കിയെല്ലാം നേരിട്ട് സംസാരിക്കാം, ഞാൻ നാളെ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അങ്ങനെയല്ലേ, നമുക്കെല്ലാവർക്കും അങ്ങനെയല്ലേ? പഴയ സുഹൃത്തിനെ കാണാതിരുന്ന് കണ്ടപ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? ആരെങ്കിലും ഒന്ന് പറയൂ, എങ്ങനെ ഇരിക്കും? പറയാനൊക്കില്ല. അത്ര ഒരു ഒരു വെമ്പുന്ന, മനസ്സിനെ ഇങ്ങനെ നിറയ്ക്കുന്ന ഒരു വികാരമാണത്. അപ്പോൾ ഇത് സന്തോഷമായി. നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. ശരി, അപ്പം നാളെ അവർക്ക് ഇഷ്ടമുള്ള ആ ഡിഷസ് എല്ലാം ഉണ്ടാക്കി, ചോറും കറിയും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി. അത് സുമതിക്ക് നല്ലവണ്ണം അറിയാമല്ലോ, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ദൂരെ നിന്നൊരു BMW കാറ് വരുന്നു. സുമതിയുടെ വീട് ചെറിയൊരു വഴിയാണ്, എങ്ങനെ ചെളിയും ഇതുമൊക്കെ ഉള്ള സമയമാണ്, മഴയൊക്കെ അല്ലേ. എന്നാലും കാറ് നേരെ സുമതിയുടെ വീട്ടിൻ്റെ നിലയ്ക്ക് വന്നു. അപ്പോൾ അയലോക്കത്തുകാരെല്ലാം ഇങ്ങനെ നോക്കുകയാണ്, ഓ സുമതിക്ക് ഇത്ര വലിയ ആളുകളൊക്കെ ഉണ്ടോ, ബന്ധങ്ങൾ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതെല്ലാം അത് കഴിഞ്ഞ ഉടനെ സുമതി ഡോറ് തുറന്ന് ഉടനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഭയങ്കര ആ ഒരു സ്നേഹപ്രകടനം എല്ലാവരും കണ്ടു നിന്നു. അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഇടയ്ക്കാണ് ഡോറ് വീണ്ടും ബാക്കിൽ ഡോർ തുറക്കുന്നതും അതിൽ നിന്നൊരു സുന്ദരി ഇറങ്ങി വരുന്നു. അവര് വേറൊരാളെ സഹായിക്കുകയാണ്. അത് ഒരു പൊക്കമില്ലാത്ത ഒരാളാണ്. അപ്പൊ സുമതി ഇങ്ങനെ അന്വേഷണ ഭാവത്തിൽ മുഖം ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് നമ്മുടെ ഗോമതി പറയാണ്. ഗോമതിക്കൊന്നും പറയാൻ വയ്യ. രണ്ടു തുള്ളി കണ്ണീന്ന് അങ്ങനെ താഴെ പൊഴിഞ്ഞു. അത് ഗോമതിയുടെ കണ്ണീരായിരുന്നില്ല, അതാ ബോൺസായി ചെടികളുടെ കണ്ണീരായിരുന്നു. അപ്പോ ഗോമതി പറഞ്ഞു, ഞാൻ ആ ബോൺസായി ചെടികളെ അങ്ങനെ ബോൺസായി ആക്കേണ്ടിയില്ലായിരുന്നു. മനസ്സിനൊരു ചെറിയൊരു
എവിടെയോ തങ്ങി നിന്ന ഒരു സങ്കടം ആ 2 തുള്ളി കണ്ണീരിൽ അതങ്ങ് വീഴുന്നു. ശരി, പിന്നെ അവര് പോയി എല്ലാം സാധാരണ. അപ്പൊ ഈ കഥയുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ബോൺസായി ചെടി ഉണ്ടാക്കുന്ന രീതി ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഒന്ന് പറയുമോ? ബോൺസായി എങ്ങനെ ഈ ചെടി ബോൺസായി ആക്കുന്നതെന്നുള്ളത് ഒരു ജാപ്പനീസ് ടെക്നോളജിയാണത്. ജാപ്പനീസുകാർ വളരെ എങ്ങനെ അതിന്റെ ചെടിയുടെ മണ്ട വെട്ടിക്കളഞ്ഞിട്ടാണോ? മേൽഭാഗം വെട്ടി ചെറുതാക്കി കൊടുക്കണം. അതെ, അതങ്ങനെയാണ്. അത് ഒരു ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൊണ്ടുവന്ന്, അത് വലിയൊരു ആൽമരമാണത്. നമ്മൾ പടർന്ന് പന്തലിച്ചാൽ അതിൻ്റെ കീഴിൽ പോയിരുന്ന് മനസ്സ് നമ്മളെ തന്നെ സ്വയം മറക്കുന്ന ഒരു വൃക്ഷമാണത്. അത് നമുക്ക് ഓക്സിജൻ, ഈവൻ ആൽമരം എന്ന് പറയുന്നത് ഈ ഗർഭിണി ആകാത്ത ആളുകൾ പോലും അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നാൽ ഗർഭം ധരിക്കുന്നത്. അത്രമാത്രം ഓക്സിജനും നല്ല തരുന്ന, എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വൃക്ഷമാണത്. അപ്പൊ ഈ വൃക്ഷം ഇങ്ങനെ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വയറുകൊണ്ടോ ചെറിയ കമ്പി കൊണ്ട് അതിനെ ചുറ്റി അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ രീതിയിൽ മാറ്റി അതിനെ ചെറുതാക്കി വയ്ക്കും. അതിൻ്റെ വേരൊക്കെ ഒന്ന് മുറിച്ച്, ശാഖകളൊക്കെ മുറിച്ച് നമുക്ക് കാണാൻ ഭംഗിയുള്ള ഇതാണത്. ഭംഗിയില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അത് ആണ് എന്നുള്ള ഇത് നമ്മളാരും ചിന്തിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിട്ട് അതിനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരുന്നില്ല. ആൽമരത്തിന്റെ ഫീച്ചേഴ്സ് എല്ലാം കാണും അതിനകത്ത്. വയസ്സായ ആ തൊലിപ്പാടമൊക്കെ നോക്കുമ്പോൾ വയസ്സായ ഒരു ചെടിയുടെ എല്ലാം കാണും, പക്ഷേ ഇല്ല, എല്ലാം കട്ടായിപ്പോയി. അവിടുത്തെ നെറ്റ്വർക്കിന്റെ വിഷയമാണ്, നമ്മളെ വിഷയമല്ല. ആള് കട്ടായി പോയല്ലോ മനുഷ്യരെ. ഒരു വിഷയം വിളിക്കാൻ വരൂ, കുറച്ച് വെയിറ്റ് ചെയ്യാം. എടുക്കുന്നില്ലല്ലോ, ബെല്ലടിച്ച് വിളിച്ചല്ലോ സമയം തുടങ്ങി. മ്യൂട്ടാക്കി.
ഇപ്പം വരും കേട്ടോ. ആയിക്കോട്ടെ. ഇത് നെറ്റ് ഇഷ്യൂൻ്റെതാണ്, ഇപ്പം വരും. ആ. ആ അതാണ് സംഭവം, നെറ്റിന്റെ പ്രശ്നം. ഷൈനി മാം എന്തായാലും ഒരു വലിയ മരം നട്ടുപിടിപ്പിക്കണം. ഷൈനി മാമിന് റേഞ്ച് കുറവാണ്. മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് രാവിലെ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ ആൽമരം തന്നെ ആയിക്കോട്ടെ. ഏ, അയ്യോ, എന്ത് ചെയ്യണ്ട, ഇവിടെ റേഞ്ച് ഇല്ലാത്തടത്താണ് ആകെ ഇരിക്കുന്നത്. അതാണ് ഷൈനി വിളിച്ചോ? സാറിനെ വിളിച്ചോ? വരും. ഇപ്പൊ കേറാൻ പറ്റുന്നില്ല, ഇപ്പൊ ജോയിൻ ചെയ്യാൻ. വാട്സാപ്പിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല സാറ്. ഞാൻ വിളിച്ചു പറഞ്ഞു. ഇനി വിളിക്കണ്ട, വന്നോളൂ. ശല്യം ചെയ്യണ്ട. കാരണം അവര് ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ വീണ്ടും വിളിച്ചാലേ കൂടെ ഉള്ളവരെ, കൂട്ടത്തുള്ളവര് മാക്സിമം എല്ലാരും ഒന്ന് അറ്റൻഡ് ചെയ്യണം. മുടങ്ങരുത് കേട്ടോ. ഞാൻ പറയുന്ന കേൾക്കണ്ടോ? നമ്മളൊരു ട്രെയിനേഴ്സിനെ വിളിക്കുമ്പോ കേക്കാവോ? ഷൈനി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കേൾക്കാം സാർ. മൂലയ്ക്ക് കയറി. സോറി, ഇങ്ങനെ വരാറില്ല, എന്താണെന്ന് അറിയില്ല, പെട്ടെന്നൊരു ഇത്. അപ്പൊ ഞാൻ തുടരട്ടെ. തുടർന്നോളൂ സാർ, തുടർന്നോളൂ. അപ്പൊ ഈ CEO സിംബാബ്വേയിൽ ഇങ്ങനെ പോയപ്പോ അദ്ദേഹത്തിനെ ഒരു ബോട്ട് റൈഡ്, സിംബാബ്വെ നദിയിൽ ഒരു ബോട്ട് റൈഡിന് കൊണ്ടുപോകും. അപ്പൊ അദ്ദേഹം ചോദിച്ചു എവിടെയാണ് പോകുന്നത്. അപ്പോൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു നേരെ പോകുന്നത് ഒരു ക്രോക്കഡൈൽ ഫാം എന്നാണ്, ഈ മുതലയൊക്കെ വളർത്തുന്നത്. അപ്പം ഈ ക്രോക്കഡൈൽ സാധാരണ ഈ ക്രോക്കഡൈൽ എത്ര വളർച്ച ഉണ്ടാവും ആർക്കെങ്കിലും പറയാമോ? വിധുബാലം ഒന്ന് പറയാമോ? ഈ ക്രോക്കഡൈൽ മുതലയൊക്കെ എത്ര വലുതായിരിക്കും എന്നുള്ളത്? അത് 40 അടി ഒക്കെ നീളത്തിലുള്ളതാണ് സാധാരണ മുതലകൾ. 40-45 ഒക്കെയാണ്. പക്ഷെ ഇപ്പോ ഈ നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്നത് അതിനെക്കാട്ടി വളരെ കുറവാണ്. പക്ഷെ ഈ ഫാമിൽ പോയപ്പോൾ അദ്ദേഹം കണ്ടത് 1 അടി മുതലകൾ, 1 അടി 2 അടിയൊക്കെ ഉള്ള മുതലകളാണ്. അദ്ദേഹത്തിന് വലിയ സംശയം തോന്നി, ഇത്രയും വലിയ മുതല ഇങ്ങനെ ഇരിക്കുള്ളൂ, അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ഏറ്റവും ഗൾഫിലൊക്കെ ഈ വലിയ സുൽത്താനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. അവരുടെ വീട്ടിൻ്റെ നടയിൽ ഒരു ചെറിയ പോണ്ടിൽ വളർത്താൻ വേണ്ടിയിട്ട്. അത്ര കോസ്റ്റ്ലിയാണത്. പക്ഷെ അതെങ്ങനെ ഉണ്ടാകുന്നു? അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് പിറന്ന് ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഉടനെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു 1 അടി നീളം 1 അടി വീതിയുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് ഇതിനകത്ത് അതിനെ മാറ്റും. പിന്നെ അതിനകത്ത് തന്നെയാണ് അതിൻ്റെ ജീവിതം. അപ്പോൾ അതിങ്ങനെ അതിനകത്ത് വളർന്ന് എന്താവും? 1 അടി ക്രോക്കഡൈലായിട്ട് മാറും. അതിനാഹാരവും കുറച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ അത്ര ആഹാരം മതിയല്ലോ, വളരുമില്ലല്ലോ. ഇങ്ങനെയാണ് അതിനെ വളർത്തുന്നത്. അതിനെയാണ് പറയുന്നത് ബോൺസായി ക്രോക്കഡൈൽ എന്നാണ് അതിന് പറയുന്നത്. എത്ര ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും സങ്കടം വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്കത് കേട്ടപ്പോൾ തന്നെ സങ്കടം വന്നതാണ്. ഇത്രയും വലിയൊരു ക്രോക്കഡൈലിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളല്ല, അവര് ചെറിയൊരു കൈപ്പത്തിയിൽ നിൽക്കുന്ന ക്രോക്കഡൈലായിട്ട് മാറ്റുകയാണ്. ഇതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികളെയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ? ബോൺസായി ആക്കി മാറ്റുകയാണ് നമ്മൾ. എന്താ കാര്യം? നമുക്ക് ആവശ്യമുള്ളതുപോലെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉള്ളൊരു ചുറ്റുപാടിൽ കുട്ടികളെ അങ്ങനെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ
ഈ നമ്മളിങ്ങനെ ബോൺസായി എങ്ങനെ ഉണ്ടാക്കി എന്നെല്ലാം കണ്ടു. ഇതെല്ലാം നമ്മൾ നോക്കേണ്ട എങ്ങനെ നടത്തില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ നമ്മളെ തന്നെ ബോൺസായി ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരൊക്കെയോ തന്ന കയറും വയറും ഒക്കെ വെച്ച് ചുറ്റി ചുറ്റി വളരാതെ ഇരിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ നമുക്ക് ഈ ദുഃഖവും സങ്കടവും ഒക്കെ വരുന്നത്. അവൻ അങ്ങനെ ആക്കി, എന്നെ നോക്കിയില്ല, ഇവൻ ഇങ്ങനെ പോയില്ല, എൻ്റെ ബോസ് എനിക്ക് മോശമായിട്ട് എഴുതി തന്നു, അതുകൊണ്ടാണ്. ഇതെല്ലാം എന്താ കാര്യം? നമ്മൾ വരാത്തോണ്ടല്ലേ. നമ്മളിങ്ങനെ ബോൺസായി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആന കണ്ടിട്ടില്ലേ? ആനയെ ഒരു വലിയ കമ്പൊക്കെ വെച്ച് ചെവിയുടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തോട്ടി കാലിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂല. അങ്ങനെയാണ് ആനയെ നമ്മൾ വളർത്തിയിരിക്കുന്നത്. ഇതുപോലെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. നമ്മളെ ഇതുപോലെയല്ലേ കുറേ ആളെ. ഇപ്പം എൻ്റെ അച്ഛൻ വയസ്സായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചോറൊക്കെ കൊടുക്കുന്ന ഒരാൾ വരും. അവരാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് എല്ലായിടത്തും പോയി ഒക്കെ കറങ്ങി തിരിഞ്ഞ് സന്ധ്യാസമയത്ത് കാശിന് വരുള്ളൂ. അച്ഛനാണെങ്കിൽ സന്ധ്യയ്ക്ക് പൈസ കൊടുക്കുന്നത് പോലെ വിരോധം വേറൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി ആ സിറ്റുവേഷൻ. ഞാനിത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരും. എടാ, അവൻ ഈ ചോറ് തന്നിട്ടുള്ള കാശല്ലേ ചോദിക്കുന്നത്, അതിന് സന്ധ്യയുണ്ടോ രാത്രിയുണ്ടോ എന്നുള്ളതല്ല. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ അങ്ങനൊരു ബോൺസായി ഉണ്ട്, വയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് സന്ധ്യാസമയത്ത് പൈസ കൊടുത്താൽ നമ്മൾ പാപ്പരായി പോകുന്നുള്ളത്. ഇതേപോലെയാണ് നമുക്ക് എല്ലാവർക്കും. കൊച്ചിലെ എൻ്റെ അമ്മയുടെ കൂടെ ഞാനിങ്ങനെ പോകും. അപ്പോൾ അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കൂ, ആ മോൻ നല്ല പഠിക്കുകയാണല്ലോ അല്ലേ എന്നിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഒന്ന് എന്നെ നോക്കിയിട്ട് പറയും, അവൻ മിടുക്കനാണ്, ഇംഗ്ലീഷിലൊക്കെ നല്ല ഇതാണ്, മറ്റേ സബ്ജക്റ്റിലൊക്കെ നല്ലതാണ്, പക്ഷെ കണക്കിനൊരു സ്വല്പം കുറവുണ്ടെന്ന് പറയും. തീർന്നില്ലേ? ഒരു ബോൺസായി നമുക്കായില്ലേ? ഞാൻ പിന്നെ കണക്ക് പഠിച്ചാൽ വരുമോ? എൻ്റെ മാത്സ് ടീച്ചർ എന്നെ തല്ലി നാശപ്പെടുത്തിയാലും എനിക്ക് കണക്ക് വരുന്നില്ല. കാരണം ഞാൻ ബോൺസായി ആയിരിക്കുകയാണ്. അപ്പം നമ്മളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ബോൺസായി ആക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം മറികടന്ന് അവയർനെസ് വേണം. നമ്മൾ ഇങ്ങനെ ബോൺസായി ആയിരിക്കുകയാണ് എന്നുള്ളൊരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മാറാം. ഇപ്പം നിങ്ങൾക്കെല്ലാം അവയർനെസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇല്ലെങ്കിൽ 5 മണി കഴിച്ച് ഈ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ട്, പക്ഷെ എല്ലാവരും ആ സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളതാണ്. അതിന് 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും പോരാ. ഇപ്പം 2000 ദിവസമായിട്ട് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എത്ര പേര് ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചേരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏതാ നമ്മുടെ ഗോള്, നമ്മുടെ ഇതെല്ലാം കണ്ട് ചിലപ്പോൾ സ്പിരിച്വൽ ആയിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കും. നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് ആവശ്യമുള്ള എന്താണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നതെന്ന് നമ്മൾ അവെയറായി അതിൽ നിന്ന് മാറാനുള്ള സ്റ്റെപ്സ് എടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ആ ബോൺസായി എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് മാറാൻ ഉള്ള ഇതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ആ 2 ലൈൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും പറയാൻ പറ്റുമോ? 2 ലൈൻ. നമുക്ക് നാമേ പണിവത് നരകം സ്വർഗവും അതുപോലെ. തിരിച്ചാണ് അതിൽ കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് നാമേ പണിവത് നരകവും അതുപോലെ. അപ്പോ നരകവും ഒന്നും പണിയാതെക്ക് നാഗം തന്നെ പണിത് നമുക്ക് എല്ലാവർക്കും നന്നായി ജീവിതം ഉയർച്ചയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നതിൽ ക്ഷമിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് സെഷനാണ്. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് വിമാച്ച് ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു.
മാജിക് മോർണിംഗ്. കേക്കാവോ മാഡം? കേക്കാവോ സാർ? കേക്കാം ഇത് പറഞ്ഞു. കേൾക്കാം കേൾക്കാം. ഇന്നിപ്പോ ഒരു പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നിയതല്ല, പുതിയതായിട്ടൊരു ടോപ്പിക്കാണ്. കാരണം സാറ് പറയുന്ന പോലെ അവയർനെസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ബോൺസായി ആണ്, ചെറുതിലെ നമ്മൾ അങ്ങനെ ആക്കി കളഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മളെ മക്കളെടുത്ത് അത് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. ഒരു പരിധി വരെ ഒക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ അവര് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ രീതികളുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും അങ്ങനെയാണ്, ചെറുതിലെ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയതല്ല, അങ്ങനെ ആക്കിയതാണ്. അതിൽ പോകരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നത് എന്നതാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഇതിലിപ്പോ വന്നതിന് ശേഷം കുറെയൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും ഇപ്പോഴും കുറെയൊക്കെ ഒരു 50% വരെ ഒരു ബോൺസായി ആയിട്ട് തന്നെയാണ് എന്റെ എടുപ്പം. അത് സാറ് പറഞ്ഞതുപോലെ അതിൽ നിന്ന് നമ്മള് സ്വർഗവും നരകവും ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിലൂടെ മുന്നോട്ട് പോയാൽ നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ളത് മനസ്സിലായി. എന്നാലും ഇന്നത്തെ ടോപ്പിക് നല്ലതായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു മാഡം, നല്ല വാക്കിന് മാജിക് താങ്ക് യു. മാജിക് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക്ക് നന്നായിട്ടുണ്ട്. സാറിന്റെ പേര് വരുന്നില്ല. എൻ്റെ ഒരു മുസ്തഫ. മുസ്തഫ. ഓക്കെ താങ്ക് യു. ടോപ്പിക്ക് കാരണം സാറ് ആദ്യം പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഞാനിപ്പോ കൂടുതലായിട്ടില്ല, ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ. എന്നാലും ഇത് ഇന്നത്തെ കവിത കേട്ടപ്പോ പഴയ ഓർമ്മയിലേക്ക് വന്നു. കാരണം ബോൺസായിനെ പറ്റിയിട്ട് ഞാനും അതിലൊരു ഭാഗമായി നല്ലോണം എന്നുള്ളത് ചിന്തിക്കാൻ പറ്റി. കാരണം ഒരു അവയർനെസ് സാറ് കിട്ടാൻ പറ്റിയത് നന്നായിട്ടുണ്ട്. നല്ല അവതരണം, ചെറിയൊരു ഇടവേള വന്നല്ലത്, തുടക്കം മുതൽ അവസാനം വരെ നല്ലോണം കേൾക്കാൻ പറ്റി. നല്ല ഒരു അവയർനെസ് കിട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇതുപോലത്തെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. സാർ ഇനിയും ഇതുമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു തുടക്കം മുതൽ അവസാനം വരെ തന്നെ എന്റെ എനർജിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. മണി സാർ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. സാർ പറയുന്നുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറ് നല്ലൊരു പ്രസന്റേഷനാണ്. വളരെ ശാന്തമായിട്ട് ക്ഷമയോട് കൂടിയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ള സാറിന്റെ കഥകളിലൂടെയും കവിതയോട് കൂടി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ജിജ്ഞാസയോട് കൂടിയിട്ട് നമ്മൾ ഇതെല്ലാം നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ബോൺസായി എന്തെങ്കിലും ചെടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ഒരു വിഷമാണ് എനിക്ക് തോന്നാറ്. കാരണം ഈ നമ്മളെ വളർച്ചേനൊക്കെ മുരടിപ്പിച്ച് പ്രകൃതിക്ക് വിരോധമായിട്ട് വളരെ ക്രൂരമായിട്ട് അതിന്റെ വളർച്ചയ്ക്കും അതിന്റെ ആഗ്രഹങ്ങൾക്കും അതിന്റെയൊക്കെ ഒരു ലക്ഷ്യത്തിലൊക്കെ എത്തേണ്ട ആ സാധനത്തിനെ നമ്മൾ ചുറ്റി നുരുട്ടി വെച്ചിട്ട് അതിനൊരു വേറെ രീതിയിലാക്കാണ്. അപ്പൊ അത് നമ്മളെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതാണെന്ന് സാറ് പറഞ്ഞത്. പലപ്പോഴും നമ്മളൊക്കെ ഒരു ബോൺസൈ ആയിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മളേതായിട്ടുള്ള ചില കണ്ടീഷൻസ്, നമ്മളെ ആഗ്രഹങ്ങൾക്ക് വില കൊടുത്തിട്ടാണ് അവരതിൽ നിന്ന് കുറച്ച് സ്വാതന്ത്ര്യം നമ്മൾ കവർന്നെടുക്കുകയാണ്. അപ്പൊ ഇന്ന് വളരെ മനോഹരമായിട്ട് അത് നമുക്ക് ഒരു അറിവ് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ഫ്രീ ആയിട്ട് വിടണം. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതുണ്ട്. അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്. അതിന് തടസ്സം നിൽക്കാതെ അവരോട് ഒന്നിച്ച് ഒരു സ്നേഹിതനായിട്ടോ അല്ലെങ്കിൽ അവരൊരു കൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നല്ല കാര്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്. അപ്പൊ ജീവിതം മനോഹരമാക്കാനുള്ള ഒരു നല്ലൊരു ക്ലാസ് ആണ് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സാറിന്റെ ആ ചിരി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ്. നല്ല എന്റെ പേര് പ്രീത ഉണ്ണികൃഷ്ണൻ. ഓക്കെ. വളരെ നല്ലൊരു ക്ലാസ് ആണ്. സാറ് നന്നായി ചിരിച്ചിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തത്. അവസാനം വരെ ആ മുഖത്ത് ആ ഒരു പ്രസന്നത ഉണ്ടായിരുന്നു. പിന്നെ ബോൺസായി ചെടിയെ കുറിച്ച് സാറ് പറഞ്ഞത് ശരിക്കും പറഞ്ഞ വളരാനുള്ളൊരു അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കറക്റ്റായിട്ട്. ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ പാരന്റിങ്ങും
ഇപ്പോഴത്തെ പാരന്റിങ് ഓക്കെ, പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നു. ഉള്ളിലുള്ള കഴിവുകൾ എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ പാരന്റ്സിനും ഒരു ബുദ്ധിമുട്ട്. അതായത് ഇത്രയും വയസ്സിന്റെ ഉള്ളില് ഒരു 10-15 വയസ്സ്, 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ കല്യാണത്തിലേക്കാണ് പെൺകുട്ടികൾക്ക്. വേറെ അതിൽ പഠിക്കുന്നുണ്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സാറ് പറഞ്ഞു നോക്കുമ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങള് SSLC പഠിക്കുന്ന സമയത്ത് തന്നെ ഡിസ്റ്റിങ്ഷൻ ആണ് അന്നത്തെ ഇതിൽ ക്ലാസ് ടോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്കൂൾ ടോപ്പർ ആയിട്ട് ഒരു കുട്ടി ഞങ്ങളുടെ ഒപ്പം, എൻ്റെ ഒരു ഫ്രണ്ടാണ് ശ്രീജ എന്നാണ് പേര്. ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറും ആയിരുന്നു. അങ്ങനെ അത്രയും നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി ഇപ്പോ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു വിദ്യാനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിൽ തുച്ഛമായ വരുമാനത്തിനാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അതെന്താന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞത് നേരെ കല്യാണം കഴിച്ചു കൊടുത്തു. വീട്ടുകാർക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ ഒരു കണ്ടീഷൻ മാറി. ഇപ്പൊ ചെറിയൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞ അന്ന് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന ആളുകൾ ഇന്ന് ഹൈ ലെവലിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഇപ്പോഴും ഉണ്ട് SSLC ഗ്രൂപ്പ്, ഇപ്പോഴും ആ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ പോകുന്നു. പക്ഷെ ഫീഡ്ബാക്ക് പറയുമ്പോഴും ശരിക്കും ആ കുട്ടിയുടെ ആ സംസാരത്തിൽ വരുന്ന ആ ഒരു സങ്കടം സാറ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതാണ് ഇപ്പൊ എക്സാമ്പിളിലൂടെ വന്നപ്പോ പറഞ്ഞത്. അവർക്ക് കാറും ബംഗ്ലാവും എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ സ്വപ്നങ്ങളാണ് അവിടെ ഒന്നും വളരാതെ നിൽക്കുന്നത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. മക്കള് രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിനാണ്, നല്ല കലാപരമായ കഴിവുള്ള കുട്ടികളാണ് രണ്ടുപേരും. അവരുടെ ഇഷ്ടത്തിന് എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ അവര് വളരട്ടെ. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ പാരന്റ്സിനൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. വളരെയധികം ഇഷ്ടപ്പെട്ടു. സാറിന്റെ ശൈലി അതെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാഡം. ഗുഡ് മോർണിംഗ് സർ. നല്ല മോർണിംഗ്. ആയിരുന്നു സർ. ഈ ബോൺസായി എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഇന്ന് മുളയായിരിക്കും. അപ്പൊ മുളച്ചെടി വളരുന്ന കേൾക്കുന്നുണ്ടോ സർ? കേക്കാം. മുളച്ചെടി വളരുന്നതും അതിന്റെ ആ ഒരു ഇതായിരിക്കും ക്ലാസ് എന്നാ വിചാരിച്ചത്. പക്ഷെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സാർ ഒന്ന് ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. നല്ലൊരു സെക്ഷനായിരുന്നു. നമ്മളിലും ഒക്കെ എവിടേക്കോ നമ്മളും പലപ്പോഴും ഒരു ബോൺസായി ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടപ്പോ നമുക്ക് തന്നെ ബോധ്യമായി. കുറെ കൂടെയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റാനുണ്ട്. നല്ലൊരു സെക്ഷനായിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. നമ്മുടെ അടിത്തറ നന്നാക്കി ലൈഫില് നല്ല നല്ല വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതിനെ വിട്ടുകളഞ്ഞ് ക്ഷമയോടുകൂടി ഒരു ബോൺസായി ആകാതെ നല്ലൊരു പടുവൃക്ഷമായി വളരുക എന്നുള്ളൊരു സന്ദേശമായിരുന്നു സാർ ഇതിൽ കൂടി തന്നത്. ഈ ബോൺസായിക്ക് വേറെ ഒരു വഴി ചിന്തിച്ചാൽ സാറേ, അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നല്ല സൗന്ദര്യം കൊടുക്കുന്നു എന്നുള്ള ഒരു മീനിങ്ങും കൂടിയുണ്ടല്ലോ സാറ്. അതായത് അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, അതായത് അതിനെ വളർത്തി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ രൂപമല്ല, അതിന്റെ നമ്മളിൽ മാനസികമായിട്ട് എങ്ങനെ ബോൺസായി ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ. നമ്മളിങ്ങനെ രൂപത്തിനെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്. അതങ്ങനെ ആയി തീരുന്നതിന്റെ കാരണം തന്നെ അതിന്റെ മനസ്സ് മുരടിച്ചിരിക്കുകയാണെന്നുള്ളത്. അതായത് ലഭിച്ച പരിധിക്കുള്ളിൽ നിന്നിട്ടും മനോഹരമായിട്ട് വളരുക, പിന്നെ അതിന് വേണ്ട വളവും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊരു വൃക്ഷമായിട്ട് വളർത്തുക. ഓക്കെ, രണ്ടർത്ഥങ്ങളും ഉണ്ടല്ലേ സാറ്? ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് അത് എടുക്കുന്നത് നമ്മൾ ബോൺസായി ആണോ ഇല്ല എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മൾ ആ അർത്ഥം എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാറേ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ്. നമ്മളാ കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു ബോൺസായി ആയിട്ട് തന്നെയാണ് വളർന്നത്. നമ്മളെ മക്കളെങ്കിലും അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ നോക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ബോൺസായി ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അത് വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും, വെറുതെ കിട്ടിയതാണെങ്കിലും അത് ഞാൻ മേടിക്കില്ല എന്ന് അന്ന് ഉറപ്പിച്ചതാ. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്?
എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. പക്ഷെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത് എവിടെയോ ഒരു ബോൺസായി കിടപ്പുണ്ട്. അതെ. അതെ, നോ പ്രോബ്ലം. താങ്ക് ഞാൻ നമുക്ക് ഈ ബോൺസായി എന്താന്നുള്ളത് ആ ഒരു മെസ്സേജ് തരാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബോൺസായി എന്നുള്ളതിനെ പിന്നെ എല്ലാം ഈ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. നമ്മൾ അതിന് അർത്ഥം കൊടുക്കുന്നത് എങ്ങനെയോ അങ്ങനെ നമ്മൾ കാണും. അതാണ് അതിന്റെ ബേസിക് തിയറി. സാർ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾ ഇതിൽ പെടുവോ? ഇപ്പൊ സാറ് പറഞ്ഞല്ലോ സാറിന്റെ അച്ഛന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത്. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കതെന്തോ അല്ലല്ലോ, നമുക്കല്ലേ. എല്ലാവരും അങ്ങനത്തെ ഒരു ഇതിൽ പെട്ട് കിടക്കുകയാണ്. അങ്ങനത്തെ ഒക്കെ ഇപ്പൊ സാറിന്റെ അച്ഛന്റെ പറഞ്ഞ പോലൊക്കെ എല്ലാവരും അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കും. ദൂരേന്ന് കാണുമ്പോൾ അത് അന്ധവിശ്വാസം. മാറി നിന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ കാരണം നമ്മുടെ വിശ്വാസത്തിന് അത് യോജിക്കുന്നതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊരു പേരിടുന്നു. ആ വിശ്വസിക്കുന്ന ആൾക്ക് അതൊരു വിശ്വാസമല്ലേ. അപ്പോ ഇതിനകത്ത് ഈ ഒരു ഇതേ ഉള്ളൂ, നമ്മളുടെ വളർച്ചയ്ക്ക് അത് തടസ്സമാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തെറ്റാണ്. അതിനെ മാറ്റാനായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക, അതിൻ്റെ വളരുക, അത് അത്രേ ഉള്ളൂ അതിനകത്ത് ബേസിക്കലി. അല്ല നമ്മളൊക്കെ പണ്ട് മുതലേ നമ്മളെ തലയിൽ അടിച്ചുറച്ച ചില വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് പറഞ്ഞാൽ അവരത് എടുക്കില്ല. അതിനകത്തെ ഈ മാഡം സൗകര്യം കിട്ടുകയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു 1 വീക്ക് ക്ലാസ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ മാഡത്തിന് ഇതെല്ലാം മാറിക്കിട്ടും. ഓക്കെ, ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികളായിട്ട് നമ്മളിതിൽ തന്നെ പല ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അല്ല, നമ്മൾ എന്ത് കേട്ടാലും നമ്മൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആ വിശ്വാസങ്ങളും ഇതുമായിട്ടും ബന്ധമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അതിനെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനകത്തും ഒരുപാട് മാറ്റമല്ലത്. നമ്മളുടെ നമ്മൾ ആരാണെന്നുള്ള അറിയുക എന്നുള്ളതാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വിശ്വാസമാണ് ഇന്ന് ക്ലാസ്സിൽ ബോൺസായിയുടെ കണ്ണീര് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഒന്ന് സാറിനെ പരിചയപ്പെടുത്തോ? സാർ എവിടെയാണ്, എന്താണ്? ഞാന് വളർന്നതും പഠിച്ചതും എല്ലാം ട്രിവാൻഡ്രമാണ്. സെറ്റിലായത് തൃപ്പൂണിത്തുറ. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ പാലക്കാടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡൊക്കെ വന്നില്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒരാൾ ഇതുപോലെ സൈക്കോളജി ഒരു ഇതുണ്ട്, ഫ്രീ ആയിട്ടുണ്ട് എന്ന് എൻ്റെ പേരും കൂടെ ചേർത്തു. അയാൾക്ക് ഇങ്ങനെ ആളിനെ ചേർക്കാൻ വേണ്ടിയിട്ട്. അത് എന്നെ വല്ലാണ്ട് ഷേക്ക് ചെയ്തു. ആക്ച്വലി ഞാൻ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കണ്ട. നമ്മൾ വീട്ടിൽ നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കുകയൊന്നും വേണ്ട. നമ്മളിങ്ങനെ നടക്കുന്നതും പോകുന്നതും ചിന്തിക്കുന്നതും എല്ലാം, ചിന്തിക്കുന്നത് പോലും ആ കുട്ടി 7 വയസ്സിനകത്ത് ഇത് അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്, സ്പോഞ്ച് പോലെ. എന്നിട്ട് അവിടെ കിടക്കും. നമ്മളെല്ലാം പറയുന്നില്ലേ, എൻ്റെ വിശ്വാസം, എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്നില്ലേ, ഇതെല്ലാം അന്നുണ്ടാക്കിയതാണ് നമ്മൾ. അപ്പോൾ അത് ഒരു 30 വയസ്സ് 40 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. കാരണം കുടുംബത്തിനകത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, സേഫ് പ്ലേസ് ആണ്. കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളൊരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പോകുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പിടിച്ച് താഴ്ത്തുകയും തള്ളിയിടുകയും ഒക്കെ ചെയ്യുന്നത്. അന്നേരം നമ്മളെല്ലാവരും പിരാകും. പക്ഷെ ഇതിനകത്ത് കിടക്കുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിനെ മനസ്സിലാക്കി നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. വേറൊരു കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളത്. പക്ഷെ പ്രോബ്ലം എനിക്ക് വന്ന ഇതല്ല, ഞാൻ അറിയാതെ നമ്മുടെ കുട്ടികളിൽ ഇത് പകർന്നിട്ടുണ്ടാവും. അവരിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എനിക്കും പങ്കുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് ദുഃഖമുണ്ടായി. അങ്ങനെയാണ് ഞാനിത് കൂടുതൽ പഠിക്കാനും ഇതെല്ലാം.
അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് തെറാപ്പീസ് ഉണ്ട് ഇതിനകത്ത്. ഏതെങ്കിലും ഒരു തെറാപ്പി ഉപയോഗിക്കുക, അതിനെയൊക്കെ മാറ്റാൻ ശ്രമിക്കുക, വളരുക. അത് എളുപ്പമൊന്നുമല്ല. ഈ കല്ലിലാണ് നമ്മൾ കൊത്തി വെച്ചിരിക്കുന്നത്, വെള്ളത്തിലോ പേപ്പറിലോ ഒന്നും അല്ല. ഇത് കല്ലിലാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അത് തുടച്ചാലൊന്നും പോവില്ല. അതിങ്ങനെ നിരന്തരം അതിനെ മാറ്റാനുള്ള ശ്രമം ഒക്കെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്. അങ്ങനെ അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ തെറാപ്പിയിൽ പോകണം, അതാണെന്നൊക്കെ പറയുന്നത്. ഈ തെറാപ്പിസ്റ്റിന് ഉണ്ടാവും പ്രോബ്ലം. അയാളത് ശരിയാക്കാതെ തെറാപ്പി ചെയ്യാൻ പോയാൽ അതും പിന്നെയും പ്രോബ്ലം. നമ്മളെ കൂടെ ഈ മറ്റേ കുളത്തിനകത്ത് മുങ്ങുന്നവനെ രക്ഷിക്കാൻ പോകുമ്പോൾ അവനെയും പിടിച്ച് ഇതാത്തിടും. അതുപോലെയാണ് ഇതിനകത്ത് ഒത്തിരി ഉണ്ട് മാഡം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഓരോരുത്തരും ഓരോ അർത്ഥം ഉണ്ടാക്കുന്നതെല്ലാം അവനവൻ്റെ അകത്തുള്ള അർത്ഥമാണത്, പുറത്തുള്ളതല്ല. ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, എളുപ്പമല്ല. ഇതിനാണ് അപ്പൊ ഇതൊന്നും കണ്ടുപിടിക്കാതെ തന്നെ ജീവിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ചിട്ടയുണ്ട്. നമ്മൾ ആ ചിട്ടയോടുകൂടി ജീവിച്ച് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാമെങ്കിൽ ആ വിശ്വാസം നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടുപോകും, ഇല്ലെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരേ വിശ്വാസമായിട്ട് എത്രയോ ജനറേഷൻസ് ഉണ്ട്, അവരാരും വലുതായില്ല, ഇതായി ഒന്നും ആയില്ല എന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ലല്ലോ. എത്രയോ ജനറേഷൻസിൽ നല്ല വലിയ ആളുകളൊക്കെ ആയില്ലേ. അപ്പോൾ ആ ഒരു ചിട്ടയും ഇതിനകത്തൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഈ നമ്മുടെ സംസ്കാരത്തിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സംസ്കാരത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഉയരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിങ് ഇത് കൂടുതലാണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെന്താ വലിയൊരു ഓഷനിലാണ് കാലിലത്ത് വയ്ക്കുന്നത്, നമ്മളറിയില്ല. അതിനകത്ത് നമുക്ക് വേറെ ഒരു ക്ലാസ് എടുക്കാം, ഇതിനെക്കുറിച്ച് എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇന്ന് ജസ്റ്റ് എനിക്കറിയില്ലല്ലോ നിങ്ങളൊക്കെ ഏത് ഇതിലാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഏതായാലും വളരെ സന്തോഷമായി. ഇങ്ങനെ നിങ്ങൾ 2000 ദിവസമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ആരാണ് ഷൈമേയം ഏത് മാഡം ഇതൊക്കെ എടുത്ത് 2000 ദിവസമായിട്ട് ഇത് കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇതാണ്. അവർക്ക് ഹാറ്റ്സ് ഓഫ്. വളരെ നല്ല. നിങ്ങളെല്ലാം ഇങ്ങനെ ഇന്നത്തെ മെഡിറ്റേഷൻ വളരെ നല്ല ഇതായിരുന്നു. ആരാണ് അതെടുത്തത്? അബ്ദുൾ റസാഖ് സാർ ആയിരുന്നു സാറ്. അബ്ദുൾ റസാഖ് സാർ എന്ന് പറയും. അബ്ദുൾ വളരെ റസാഖ്. വളരെ ഗംഭീരമായിരുന്നു, നല്ല ഇതായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ 6:30 ആയി, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു, ഒരു ഐ ഓപ്പണിംഗ് സെഷൻ എന്ന് തന്നെ പറയാം. ബോൺസായി ചെടി എന്ന് പറയുമ്പോൾ അതിന്റെ ഭംഗിയായിരുന്നു കൂടുതലും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനൊരു വശവും കൂടി ഉണ്ടെന്നുള്ളത് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ്, നമ്മുടെ വലിപ്പം തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു എവ്രി വൺ. സി യു ടുമോറോ. ബൈ, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു. Thank you. താങ്ക് യു സർ.